ബോക്സ് ഓഫീസ് ഭരിക്കാൻ നിധി കാക്കുന്ന ഭൂതമെത്തി. ഒടുവിൽ ബറോസ് പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ്. മികച്ച അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. സംവിധായകനായി മോഹൻലാലിന്റെ പേര് ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നു. വീണ്ടും മലയാളത്തിനെ വിസ്മയിപ്പിച്ച് 3D സിനിമ കാഴ്ച. പ്രതീക്ഷകൾക്കും അപ്പുറമാണ് ബറോസ് എന്നാണ് ആദ്യ ഷോ പകുതി കണ്ടവരെല്ലാം അഭിപ്രായപ്പെടുന്നത്. ഇത് ചിത്രത്തിന്റെ വലിയ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഈ നിമിഷത്തിൽ ബറോസ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിരവധി പേരാണ് ബറോസ് കണ്ട് സിനിമയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതുന്നത് എന്നതും ബറോസിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്നു. സിനിമ മികച്ചതാണെന്നാണ് മിക്കവരും പറയുന്നത്. ബറോസിന് നേട്ടമായിരിക്കുന്നത് ഈ അഭിപ്രായങ്ങൾ തന്നെയാണ്. മലയാള സിനിമാ ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത 3D എന്നാണ് സിനിമ കണ്ടവർ അഭിപ്രായപ്പെടുന്നത്. സംവിധായകനായി മോഹൻലാൽ അരങ്ങേറ്റം മികച്ചതാക്കിയെന്നും സിനിമ കുടുംബ പ്രേക്ഷകർക്കുള്ളതാണെന്നും പ്രേക്ഷകർ പറയുന്നു. ഇതൊരു ആഘോഷ മോഹൻലാൽ ചിത്രമല്ലെന്നും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് എന്നതും പ്രത്യേകതയാണ്. കേരളത്തിൽ മാത്രം അഡ്വാൻസായി 1 കോടി രൂപയിലധികം നേടിയിരുന്നു ബറോസ്. ആരെയൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റം എന്നത് റിലീസിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് ഇനി വ്യക്തമാകുക. എന്തായാലും മോഹൻലാലിന്റെ ബറോസ് മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലാകും. ചിത്രത്തിൽ മോഹൻലാൽ പാട്ട് പാടുന്നു എന്നതും ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ്. മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേതെന്നാണ് കുട്ടികളടക്കം ആരാധകർ പറയുന്നത്. സംവിധായകൻ മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം 3Dയിലെത്തുമ്പോൾ ആകെ ബജറ്റ് 100 കോടിയായിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂറാണ്. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമാണ് ബറോസ്. സിനിമ കണ്ടവർ പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ചിത്രം ഒരുപോലെ ഇഷ്ടമാകുമെന്ന് തന്നെയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.